ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നല്ലോ ക്രിസ്മസ്. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷം? കേക്കൊക്കെ കട്ട് ചെയ്തോ? പുറത്തൊക്കെ പോയോ? എന്തൊക്കെയായിരുന്നു വിശേഷങ്ങളൊക്കെ എന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കോ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷന്റെ വ്ളോഗ് മൺഡേ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. പുതുതായി വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കുറച്ച് പേര് 1-2 കമന്റ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കമന്റ്സിന് ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും വരുന്ന വ്ളോഗിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ സംസാരിക്കാം. ബോട്ടോക്സ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ? അപ്പോൾ അന്ന് രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിരുന്നു, ശരവണ സ്റ്റോറിൽ പോയി എന്നൊക്കെ, സന്തോഷ് സ്റ്റോറിലൊക്കെ പോയി എന്നപ്പോൾ ശരവണ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബോട്ടോക്സ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ടവല് മാറ്റിയായിരുന്നു. എൻ്റെ അടുത്ത് നേരത്തെ ഒരു കോട്ടൺ ടവലാണ് ഉണ്ടായിരുന്നത്, തുണിയിലുള്ള അങ്ങനത്തെ സാധാരണ തോർത്ത് പോലത്തെ മോഡല്. അപ്പം ഞാനത് മാറ്റിയിട്ട് ഇതുപോലത്തെ ടവല് മേടിച്ചിട്ടുണ്ട്. അപ്പം എനിക്കും ആമിക്കും ഹസ്ബൻഡിനും ഓരോന്ന് വെച്ച് മേടിച്ചിട്ടുണ്ട്. എനിക്കും ആമിക്കും മേടിച്ചിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. ഹസ്ബൻഡിന് കുറച്ചും കൂടി വലുതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടവലിലാണ് നമ്മൾ തല തോർത്തി എടുക്കുന്നതെങ്കിൽ വെള്ളം പെട്ടെന്ന് നന്നായിട്ട് പോയി കിട്ടും. പിന്നെ ഒരുപാട് നേരം അങ്ങനെ കെട്ടിയൊന്നും തലയിൽ വെച്ചേക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എനിക്ക് ഇതുപോലത്തെ ഒരു ടവലാണ് ദേ ആ ടേബിളിൽ വിരിച്ചേക്കുന്ന ഒരു സ്കൈ ബ്ലൂ കളറിലെ. പക്ഷെ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ടേബിളിൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അത് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് കൂടുതലാണ്, 450 or 500 എന്തോ ആണ് കേട്ടോ. രാവിലെ ബോട്ടോക്സ് ചെയ്യാൻ പോകുന്നതിന് മുന്നെയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനുള്ള. അപ്പോൾ അതും ഒരു സൈഡിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് പെട്ടെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് ഓർത്തത്. പിന്നെ ആ കാണിച്ചത് ആമിയുടെ ടൈറ്റ്സ് ആണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ ഇങ്ങനെ കുറച്ച് ലെങ്ത് ഉള്ള ഇങ്ങനത്തെ ട്രൗസേഴ്സ് ആണ് ഇടാനുള്ളത്, ഗേൾസ് ആയതുകൊണ്ട്. പിന്നെ ഞാനൊരു അടിയിലിടുന്ന ഒരു ഷിമ്മി പോലത്തെ ഇത് ഞാൻ എപ്പോഴും മേടിച്ച് വെക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സ്പോർട്സ് ബ്രായാണ്. അപ്പോൾ 6 മാസത്തിലൊരിക്കൽ ഞങ്ങളിങ്ങനെ ഇന്നേഴ്സ് മേടിക്കാറുണ്ട്. ഞാൻ ഇതുവരെയും ഒരു വ്ളോഗിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മുടെ മറ്റേ ബ്രായേക്കാളും ഇങ്ങനത്തെ സ്പോർട്സ് ബ്രായ ആവുമ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ബാക്ക് സൈഡിൽ ഒരു ഹുക്കിന്റെ ഒരു ഇതൊന്നും വരത്തില്ല. അപ്പോൾ കുറച്ച് നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ജീൻസിനൊക്കെ ഇടാനും ഒക്കെ ആണെങ്കിലും നല്ലതാണ്. ഞാനിപ്പോൾ ശരവണയിൽ നിന്നുള്ള ബോഡി കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്, കമ്പനിയുടെതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജോക്കിയുടേത് എൻ്റെ ഓൾറെഡി ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ക്ലിപ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ബനാന ക്ലിപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചീപ്പ് പോലെ വരുന്ന ക്ലിപ്പ് വേണ്ട, അത് നമുക്ക് ചീപ്പായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാം. അത് ആമിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ബട്ടർഫ്ലൈ ബോക്സിൽ ഇതുപോലെ കുറച്ച് ക്ലിപ്പും ബണ്ണും ഒക്കെ വരുന്ന മോഡലിലുള്ള ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ എനിക്ക് കാണിച്ചു തരുന്നതാണ്. ബാഗ് പോലെയും ഇത് ഇട്ടുകൊണ്ട് നടക്കാം, അങ്ങനെ എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് നല്ല കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നത് ഈ വീഗയുടെ ഈ ഒരു ബ്രഷല്ല, ഈ ഒരു കോമ്പാണ്. അപ്പോൾ ഇത് നമുക്ക് മുടി അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കേളി ഹെയർ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ചീപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. മറ്റേ ചീപ്പ് ഞാൻ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്, നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് വേണ്ടാന്ന് വെച്ചു പഴയ ചീപ്പുകളൊന്നും. പിന്നെ ഈ ഒരു മാല, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആമിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. 60 രൂപയെ മറ്റേ ആയിട്ടുള്ളൂ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, ബ്ലാക്ക് കളർ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു, അത് മടക്കി വെക്കണം. അപ്പോൾ ഞാൻ ആമിയോട് പറഞ്ഞിട്ട് അവളുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തുണികളൊക്കെ മടക്കി വെച്ചു. പിന്നെ ഇവിടെ അവളുടെ ഒരു ബ്ലാക്ക് ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൽ മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതിയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ താഴെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ബോട്ടോക്സ് ചെയ്യാൻ പോകുന്ന വഴിയിൽ ഇന്നത്തെ ദിവസമായിരുന്നു പോത്തീസ് ഉദ്ഘാടനം. അപ്പോൾ അതും കൂടി ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ടതാണ് കേട്ടോ. പിന്നെ നേരെ നമ്മൾ വൈകുന്നേരം ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും VR മാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ തന്നെയാണ് ഹസ്ബൻഡോട് പറഞ്ഞത്, നമ്മൾ ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് നമ്മുടെ ലുക്കൊക്കെ മാറിയത് 4 ആൾ കാണണ്ടേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് പോകാനായിട്ട് മാളല്ലേ ഉള്ളൂ, അങ്ങനെ നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ലിഫ്റ്റിൽ കയറി ഇരുന്നിട്ട് ഞങ്ങൾ ഫുൾ ഷോ ആയിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് പുതിയൊരു ലുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ
കുറേ നാളത്തേക്ക് അതിൻ്റെ പുറകിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ VR മാളിൽ വന്നപ്പം എന്തായാലും ഡിന്നർ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ആമയുടെ ഹെയർ കട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് കേട്ടോ ആമയെ കാണാനും ഒക്കെ. ഒരുപാട് ലെങ്ത് ഷോർട്ട് ആക്കിയിട്ടില്ല അവളുടെ മുടി. പിന്നെ ഹസ്ബൻഡിനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇപ്പം മുടി വളർത്തുന്നുണ്ട്, അപ്പോൾ കുറച്ച് ലെങ്ത് വെച്ചിട്ടുണ്ട് മുടി. പിന്നെ എന്നെ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ സലൂണിൽ വെച്ചേ കളിയാക്കുന്നുണ്ട്. ഹാപ്പി ഹസ്ബൻഡ്സിൽ നമ്മുടെ സലിംകുമാർ ഇല്ലേ, സലിംകുമാറിൻ്റെ വിഗ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതുപോലെ ഉണ്ട് കാണാനെന്നും പറഞ്ഞിട്ട് ടേക്ക് ഇറ്റ് ഈസി പാട്ടൊക്കെ പാടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി. ഞാൻ അവിടെ വെച്ചേ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴും അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ശരിക്കും സത്യം തന്നെയാണ് പുള്ളി പറഞ്ഞത്. കാരണം അതുവരെ എന്നെ കേളി ഹെയറിൽ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ലുക്ക് മാറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സലിംകുമാറിനെ പോലെ തന്നെയാണ്. അതിനകത്ത് ഒരു പാട്ടിനകത്ത് ലാസ്റ്റ് സീനിൽ സലിംകുമാറിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ കുറച്ച് മുടിയൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിയായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പം എനിക്ക് ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും ഒക്കെ അത് തന്നെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം ഇങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എപ്പോഴത്തെയും പോലെ തന്നെ പാണ്ടിക്കടയിൽ കയറിയിട്ട് ഇല ബിരിയാണിയാണ് കഴിച്ചത്. എന്നിട്ട് നേരെ ഞങ്ങൾക്ക് ആമയ്ക്ക് 1-2 ഐറ്റംസ് മേടിക്കണം. കാരണം അവൾക്ക് എക്സാം തുടങ്ങുന്നത് നെക്സ്റ്റ് ഡേ മൺഡേ മുതലായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടോക്സ് ചെയ്യാനായിട്ട് സലൂണിൽ പോയിരുന്നിട്ട് അവിടെ വെച്ചാണ് ഞാൻ ആമയെ ഫസ്റ്റ് എക്സാമിനുള്ളത് പഠിപ്പിച്ചത് തന്നെ. നമുക്ക് ബോട്ടോക്സ് ചെയ്യുന്നതിന് ഇടയിൽ കുറച്ച് സമയം കിട്ടും. അതായത് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളോട് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തോളാനായിട്ട് പറയും. അപ്പോൾ ആമയുടെ ബുക്കും പുസ്തകങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളന്ന് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഇരുത്തി അവളെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് അവൾക്കുള്ള കുറച്ച് എക്സാം എഴുതാനുള്ള എക്സാം പാഡും പിന്നെ എറേസറും പെൻസിലും അങ്ങനത്തെ കുറേ ചില്ലറ സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സിംഗപ്പൂർ ഷോപ്പിൽ അങ്ങനെ കയറാറില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇവിടെ അണ്ണാനഗറിലുള്ളൊരു ഷോപ്പാണ്. ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് ഇവർക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ അതായിട്ട് നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതേ ക്രോമയിലാണ് വന്നേക്കുന്നത്. ക്രോമയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജ് എടുക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ഒരു ജ്യൂസറും ബ്ലെൻഡറും എല്ലാം കൂടി ചേർന്ന് വരുന്നത് ഓർഡർ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മുടെ പാഴ്സൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാഴ്സലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയ റൂമിൽ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സ് വെക്കാനായിട്ട് ഒരു ഷെൽഫ് മേടിക്കണമെന്ന്. എനിക്ക് തോന്നുന്നു എന്നെ വീഡിയോയിൽ കാണുന്ന കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. 7 മാസം കൊണ്ട് ഏകദേശം 1 വർഷം കൊണ്ടേ ഞാൻ പറയുന്ന കാര്യമാണ് എനിക്കൊരു ഷെൽഫ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ ഷെൽഫ് എത്തിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഒരൊറ്റ പീസാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ശരവണ സ്റ്റോറിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 7,000 6,000 എന്തോ ആണ് റേറ്റ്. ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ വലിയ റൂമിലിരിക്കുന്ന ബീറോയിൽ മാത്രമാണ് ഒരു മിറർ ഉള്ളത്. പിന്നെ നമ്മുടെ ഹാളിൽ വരുന്ന ഒരു വാഷ് ബേസിൻ്റെ അവിടുത്തെ ആ ഒരു മിറർ ഉണ്ടല്ലോ, ഇത് രണ്ടാണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരുങ്ങുന്ന സമയത്ത് ഹസ്ബൻഡിന് ബുദ്ധിമുട്ടാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും മിറർ ഉള്ളൊരു ഷെൽഫ് എടുക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡിയയിലല്ല പോയത് ഷോപ്പിൽ. ഞാൻ സാധാരണ ടേബിൾ പോലത്തെ മോഡൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. താഴത്തെ പോർഷനിൽ സ്റ്റോറേജ് ബോക്സ് പോലെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തുണികൾ മടക്കി വെക്കുക എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഈ ഒരു മിററിൻ്റെത് കണ്ടപ്പോൾ ഇതാണ് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ പിന്നെ അത് എടുത്ത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന പല സാധനങ്ങളും 1 വർഷത്തോളം കൊണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് മേടിച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പോൾ മേടിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും 2025 മുന്നേ തന്നെ ഞാൻ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, 2 വർഷമായിട്ട് ഞാൻ നമ്മുടെ ചാനൽ കൊണ്ട് നടക്കുന്നുണ്ട്. അന്ന് നമ്മുടെ വീട്ടിലില്ലാത്ത പല സാധനങ്ങളും ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നത് ഇതുപോലെ ഓരോന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം വേറൊന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നീതുവാണ് കമൻ്റ് ഇട്ടിരുന്നത്, ഒരുപാട് ആഗ്രഹിച്ച് നമ്മുടെ വീട്ടിൽ അവസാനം ലേറ്റായിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷമാണെന്ന്. വളരെ ശരിയാണ്. എനിക്കങ്ങനെ ഇത് നന്നായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കത് എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്രയും ഡ്രീം ചെയ്തിട്ടാണല്ലോ അത് എടുക്കുന്നത്. അപ്പം ഞാൻ എവിടെ പോയാലും ഇതുപോലെ നോക്കി വെച്ചേക്കും എനിക്ക് മനസ്സിനിണങ്ങുന്ന സാധനങ്ങൾ. ഓൾറെഡി എൻ്റെ മനസ്സിലൊരു ഐഡിയ കാണും ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ മേടിച്ചാൽ നല്ലതായിരിക്കുമെന്ന്. ഇത് എൻ്റെ ഡ്രസ്സുകൾ മാത്രം വെക്കാനും
ഞാൻ പ്രത്യേകം പറഞ്ഞു മേടിച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കൊച്ചു സ്പേസിനകത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഷെൽഫായിരിക്കണം, എന്നാൽ അത്യാവശ്യം തുണികൾ വെക്കാനും പറ്റണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതേ 6900 ആണ് വരുന്നത് കേട്ടോ. 7000 ആണ്, 100 രൂപയുടെ കുറവേ ഉള്ളൂ. പിന്നെ ഡെലിവറി ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മുടെ പുതിയ ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ ഓഫ് കോഴ്സ് പുതിയ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് മേടിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൂടും. പിന്നെ ഇത് ഈ ഷെൽഫിനകത്ത് തന്നെ ചെറിയൊരു സീക്രട്ട് അറയൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്ന വീഡിയോസ് എല്ലാം പല ദിവസങ്ങളിലായിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രിഡ്ജ് മാറ്റി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രോമയിൽ പോയിട്ട് ഓർഡർ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് തന്നെ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. നമ്മളിത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ ഫ്രിഡ്ജ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന മോഡൽ ഫ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ ഹസ്ബൻഡ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പം നമ്മളിപ്പോൾ അത്യാവശ്യപ്പെട്ട് ഈ ഒരു ഫ്രിഡ്ജ് മാറ്റാനുള്ളൊരു കാരണം വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെക്കാൻ പറ്റുന്നില്ല. ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ കറിയും മറ്റു സാധനങ്ങളൊക്കെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് എടുക്കാനുള്ളൊരു കാരണം. അപ്പം നമ്മൾ പഴയ ഫ്രിഡ്ജ് മേടിച്ചിട്ട് 1 വർഷമേ ആവുന്നുള്ളൂ കേട്ടോ. ഏകദേശം 1.5 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ അതിന് വലിയ ഒരു കുഴപ്പവും വന്നിട്ടില്ല. പുതിയ ഫ്രിഡ്ജ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞത് ഏതെങ്കിലും അറിയാവുന്ന ആർക്കെങ്കിലും കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ താഴെ വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർക്കും ഇപ്പോൾ പുതിയ ഫ്രിഡ്ജ് മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എക്സ്ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം 1000 രൂപയാണ് കിട്ടുന്നത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മൾ പഴയ ഫ്രിഡ്ജ് കൊടുക്കുമ്പോൾ 1 ദിവസത്തെ പഴക്കമാണുണ്ടെങ്കിൽ പോലും 1000 റുപ്പീസേ മാക്സിമം കിട്ടുള്ളൂ എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഡെമോൺസ്ട്രേഷനൊക്കെ ഹസ്ബൻഡ് വീഡിയോയിൽ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണല്ലേ, എനിക്കൊരു ക്ലോത്ത് സ്റ്റാൻഡ് മേടിക്കണം. എനിക്ക് വീട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് തുണികൾ ഉണക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആമയുടെ യൂണിഫോം ഒക്കെ മഴ സമയത്തൊക്കെ ഉണക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു ഇത്തവണ നമുക്ക് ഈ ക്ലോത്ത് സ്റ്റാൻഡ് മേടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളതും ഉണ്ട്, അലുമിനിയത്തിൻ്റെതും ഉണ്ട്, ഇരുമ്പിൻ്റെതും ഉണ്ട്. അപ്പം ഞങ്ങളിത് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, നല്ല വലിപ്പമുണ്ട്, ഒരുപാട് തുണികൾ ഇടാനും പറ്റുന്നുണ്ട്. അപ്പോൾ 3500 രൂപയാണ് റേറ്റ്. ഞങ്ങളിത് സന്തോഷ് സ്റ്റോറിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ എടുക്കാറില്ല കേട്ടോ. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരും. പിന്നെ നമുക്ക് എല്ലാം വിരൽത്തുമ്പിൽ തന്നെ നമ്മുടെ അടുത്ത് കടകളുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓൺലൈനിൽ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസറും മേടിക്കണമായിരുന്നു. അപ്പോൾ അതും കൂടി ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഡൈനിങ് ടേബിൾ മേടിച്ചു എന്ന്. അപ്പോൾ അതും നമുക്ക് ഇനിയിപ്പോൾ ഡെലിവറി ആവും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ഡൈനിങ് ടേബിളിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് മേടിക്കാനുള്ളത്. അതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ വരുന്ന വ്ളോഗിലൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഹസ്ബൻഡ് അവിടെ ബില്ല് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാനും ആമിയും കൂടി ചുമ്മാ വന്ന് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ശരവണ സ്റ്റോറിലേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. പക്ഷെ എന്നാലും ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സംഭവം കണ്ടോ, ഇത് 235 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് സംഭവം നമ്മുടെ പൂജാ റൂമിൽ വെക്കൂലേ, ഇപ്പോൾ ഫോട്ടോസും വിഗ്രഹങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പൂജാ റൂമിൽ സംഭവങ്ങൾ വെക്കുന്നത്. ഇതിൻ്റെ കുറഞ്ഞ തട്ടാണിത് 75 രൂപ. പിന്നെ ഇത് കണ്ടോ, ഇത് നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സാമ്പ്രാണി തിരിയിട്ട് വെക്കുന്ന സംഭവമാണ്. ഇത് 275 മറ്റോ ആണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാനിതൊന്നും എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഓരോ സാധനങ്ങൾ നോക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കിയതാണ് ഈ ഒരു വിളക്ക്. അപ്പോൾ ഇത് 527 രൂപയാണ്. നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ അടുത്തൊരു ലക്ഷ്മി വിളക്കില്ലായിരുന്നു. ഞാൻ ശരിക്കും മനസ്സിൽ ലക്ഷ്മി വിളക്കെന്ന് പറഞ്ഞെടുത്തുകൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് ലക്ഷ്മി വിളക്കല്ല, ഇത് കാമാക്ഷി വിളക്കാണ് എന്നുള്ളത്. ഇതെങ്ങനെയാണ് വിളക്ക് വെക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കാമാക്ഷി വിളക്കിന്, അതൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം നമ്മുടെ ഫ്രിഡ്ജ് വരുമെന്ന്. അപ്പോൾ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്തത് കിച്ചണിലേക്ക് വെച്ചത്. അപ്പോൾ ഈ ഫ്രിഡ്ജിന് കുറേയധികം പ്രത്യേകതകളൊക്കെ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ AI മോഡലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഹസ്ബൻഡ് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ ഇത് എക്സ്പ്ലെയിൻ
ചെയ്താൽ ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അപ്പോൾ ഹസ്ബൻഡിനാണ് ഇത് കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നത്, അതുകൊണ്ടാണ് ഹസ്ബൻഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ്, നമുക്ക് ഫ്രിഡ്ജായിട്ടും ഫ്രീസറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വീട് വയ്ക്കുന്നവരോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ, ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡൽ ആയതുകൊണ്ടാണ് വിശദമായിട്ട് ഹസ്ബൻഡ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വാങ്ങിച്ച ഫ്രിഡ്ജിന്റെ പേരാണ് ബീസ്പോക്ക് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ ഇത് നമുക്ക് MRP റേറ്റ് വന്ന് 38,000 ആയിരുന്നു. സോ നമുക്ക് ക്രോമയിൽ നിന്ന് എടുത്തപ്പോൾ അവർ ഡിസ്കൗണ്ട് തന്ന് -4%. സോ 36,000 മാക്സിമം 36,000 ആയി, ഇൻക്ലൂഡിങ് ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്കിത് വാങ്ങിച്ചതാണ്. സോ ഇതിന്റെ പേരാണ് ബീസ്പോക്ക് AI, ഈ മോഡലിന്റെ പേര്. ഈ ഫ്രിഡ്ജിന്റെ വെയിറ്റ് നല്ല ടൺ വെയിറ്റ് ഉണ്ട്. സോ മോസ്റ്റ്ലി ഈ പ്ലാസ്റ്റിക് സ്റ്റാൻഡും അങ്ങനത്തെ ഐറ്റം ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സ്റ്റീലിന്റെ അവർ കൊടുത്ത സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു സ്റ്റാൻഡ്. നിങ്ങൾ ഈ ഇൻസ്റ്റലേഷൻ സമയത്ത് വന്ന പുള്ളിക്കാരനെ കേട്ടാൽ മതി, അവർ തരും. അവരിൽ നിന്ന് ഓൺലി ഫ്രം സാംസങ് കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ അതാണ് നമുക്ക് വേണ്ടത്. സ്റ്റീലിന്റെ ക്വാളിറ്റി വന്ന് മാക്സിമം നല്ല കട്ടി കാണും. സോ അതാണ് വേണ്ടത് ഇത് മാക്സിമം, കാരണം ഈ വെയിറ്റ് അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. സോ ഇത് അതുപോലെ ഈ മോഡൽ ഫ്രിഡ്ജ്, ഹൈ എൻഡ് മോഡൽ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ സമയത്ത് നമുക്ക് നോക്കാൻ വേണ്ടത് വെച്ചാൽ ഇത് മോസ്റ്റ്ലി സെൻസർ കാണും താഴെ. ഈ സെൻസറിന് വേണ്ടി നമുക്ക് സ്പെസിഫിക്കേഷൻ ഇതിന്റെ ഹീൽ സൈസ്, അതിന്റെ സ്റ്റാൻഡ് സ്പെസിഫിക്കേഷൻ സ്റ്റീൽ സ്റ്റാൻഡ് ആണ്. സോ കാരണം വെച്ചാൽ ഇതിന്റെ താഴെ വന്ന് സെൻസർ ഉണ്ട്. സെൻസറിന് വേണ്ടി, കാരണം വെള്ളം വല്ലതും തട്ടിയാൽ മോസ്റ്റ്ലി സെൻസർ ബ്രേക്ക് ആവും. സോ അതിന് വേണ്ടി ഒരു സേഫ്റ്റി പർപ്പസ് നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റീൽ സ്റ്റാൻഡാണ്. ഇത് നമ്മൾ ഇൻസ്റ്റലേഷൻ സമയത്ത് സാംസങ് പേഴ്സൺസ് പറഞ്ഞാൽ മതി, ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ മതി. അത് പർട്ടിക്കുലർലി അത് മാൻഡേറ്ററി ആണ് ഈ ഇങ്ങനത്തെ ഹൈ എൻഡ് മോഡലിന്. ഇതാണ് സാംസങ് 330 ലിറ്റർ ഫ്രിഡ്ജ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വന്ന് കൺവേർട്ടബിൾ ആണ്. അതായത് ഫ്രിഡ്ജിനെ വന്ന് നമുക്ക് ഫ്രീസറായി യൂസ് ചെയ്യാം, ഫ്രീസറിനെ വന്ന് നമുക്ക് ഫ്രിഡ്ജായി യൂസ് ചെയ്യാം. രണ്ട് ഇതാണ്. സോ ഇവിടെ വന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ വന്ന് ഇവിടെ വന്ന് ഫ്രീസറിൻ്റെയും എല്ലാം കൺവേർട്ടബിളിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ -90 ആണ് നോർമൽ, അതായത് നോർമൽ ടെമ്പറേച്ചർ. ഇതിങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഹയസ്റ്റ് -23. സോ എത്ര താഴെ വന്നോ അത്രയ്ക്കും കൂളിംഗ് കാണും. അത്രയ്ക്ക് നമ്മൾ നോർമലി വയ്ക്കുന്നത് ഇവിടെ -19 ആണ്. അതുപോലെ ഇവിടെ വന്ന് റിവേഴ്സ് ആകും, കാരണം മൈനസ് വന്ന് നമുക്ക് തണുപ്പാണ്. സോ ഇവിടെ വന്ന് 3 ഡിഗ്രീസ് ഇത് നോർമൽ. സോ ഹയസ്റ്റ് ഫ്രിഡ്ജിൻ്റെ പവർ കൂൾ വന്ന് 7 ആണ്, ആക്ച്വലി ഹയസ്റ്റ് ആണ് 7. സോ ഇതാണ് ഹയസ്റ്റ്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് വന്ന് 3 ഡിഗ്രി. സോ ഇത് വന്ന് ഫ്രീസർ കൺവേർട്ടബിൾ ആണ്. ഇവിടെ നമുക്ക് ലോങ് പ്രസ് ചെയ്താൽ 3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ ഫ്രീസർ വന്ന് കൺവേർട്ടായി. ഫ്രീസർ വന്ന് ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഫ്രിഡ്ജ് പോലെ ജോലി ചെയ്യുന്നത് ഫ്രിഡ്ജ്. അതേ സമയം നമുക്ക് ഫ്രീസർ കൺവേർട്ട് വീണ്ടും ലോങ് പ്രസ് ചെയ്താൽ ഓഫ് ആവും, കാരണം രണ്ട് സെയിം വർക്കാവും. ഒന്ന് വന്ന് ഫ്രിഡ്ജ് വന്ന് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഫ്രീസറിൽ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വല്ല അക്രമം ചെയ്താൽ ഇവിടെ അലാറം ഉണ്ട് കാണിക്കാൻ, സൗണ്ട് നോട്ടിഫിക്കേഷൻ കേൾക്കാമായിരുന്നു. ഇപ്പോൾ കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ് 330 ലിറ്റേഴ്സിൻ്റെ സാംസങ്ങിൻ്റെ. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇത് വന്ന് ഈ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞതുപോലെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചറും ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറാണ് രണ്ടത്. സോ ഇതാണ് നോർമൽ ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യണത് ഇവിടെ. സോ ഇവിടെ ഈ കൺവേർട്ടബിൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് രണ്ട് സൈഡ് മോഡുലേഷൻ ഇപ്പോൾ വർക്കാവണം. ഫ്രിഡ്ജും വർക്കാവണം, ഫ്രീസറും വർക്കാണ്. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണിക്കും. ഇത് വന്ന് ഫ്രീസറിൻ്റെ വർക്കും ഇത് ഫ്രിഡ്ജിൻ്റെ ഓൺ ആണ്. അപ്പോൾ രണ്ടും വർക്കാണ്. ഇപ്പോൾ ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫ്രീസർ കൺവേർട്ടർ ലോങ് പ്രസ് ചെയ്യണം 3 സെക്കൻഡ്സ്, അപ് ടു 3 സെക്കൻഡ്സ്. ഇപ്പോൾ വന്ന് ഇവിടെ നോട്ടിഫിക്കേഷൻ ഇത് എന്താ വെച്ചാൽ ഫ്രീസർ കൺവേർട്ടബിൾ. ഫ്രിഡ്ജ് വന്ന് ഓഫായി പോവും, ഫ്രീസർ വന്ന് ഓൺ ആവും. ഫ്രീസർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഫ്രിഡ്ജ് നമുക്ക് ഇപ്പോൾ നമ്മൾ വെക്കേഷൻ മോഡിൽ പോയാൽ നമുക്ക് കുറച്ച് സാധനം ഉള്ളെങ്കിൽ ഈ ഫ്രിഡ്ജിനെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ ഓഫായി വെച്ചാൽ ഫ്രീസർ വന്ന് ഓഫാവും, ഫ്രിഡ്ജ് വന്ന് ഓൺ ആവും. ഫ്രിഡ്ജിന് വന്ന് ടെമ്പറേച്ചർ ഇപ്പോൾ ഉണ്ട്, ഫ്രീസർ വന്ന് ഓഫ് ആവും, കംപ്ലീറ്റ് ഓഫ് ആവും. വീണ്ടും നമ്മൾ അതേപോലെ ലോങ് പ്രസ് ചെയ്താൽ
രണ്ടും സൈമൾട്ടേനിയസ്ലി ബോത്ത് ആർ വർക്കിംഗ് നൗ. ഫ്രീസറും വർക്കാവും, ഫ്രിഡ്ജും വർക്കാവും, രണ്ടും വർക്കാവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ആക്ച്വലി AI എനേബിൾഡ് ആണ്. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് വന്ന് നമുക്ക് അവർക്ക് ഒരു പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ സ്മാർട്ട് തിങ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ വന്ന് ഫീച്ചർ വന്ന് ഇതുപോലെ ഈ ഡോർ കുറേ നേരം നമുക്ക് ഓപ്പൺ ആയിരുന്നാൽ ഇത് അലാറം അടിക്കും. ഓക്കെ, സോ ഇപ്പോൾ ആക്ച്വലി നമ്മളുടെ ഇതിന് സെൻസർ ഉണ്ട്. താഴെ നോക്കിയാൽ നമുക്ക് ഒരു സെൻസർ കാണാം. ഇവിടുത്തെ ആക്ടിവിറ്റി കാരണമാണ് അതിപ്പോൾ സൈലൻ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ നേരം ഇത് ഓപ്പൺ ചെയ്ത് വേറെ എവിടെയും നമ്മൾ ലിവിങ് റൂമിൽ പോയാൽ അലാറം നമുക്ക് നമ്മളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ വരും. സോ ഇത് മോസ്റ്റ്ലി നമ്മൾ കൊച്ചുങ്ങളുടെ കൊണ്ട് நிறைய വീട്ടിൽ വന്ന് നമുക്കിത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ സ്മാർട്ട് തിങ്സ് ആപ്പിൻ്റെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഫ്രിഡ്ജിൻ്റെ 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ ഇത് പ്രസ് ചെയ്താൽ അവിടെയും നമുക്ക് ചേഞ്ച് ആയി കാണാൻ പറ്റുന്ന 2 ഡിഗ്രി ആയി. അതുപോലെ ആഡ് ചെയ്താൽ അതേപോലെ സൈമൾട്ടേനിയസ്ലി ഇവിടെയും ആഡ് ആകും. ഓക്കെ, സോ ഫ്രിഡ്ജിൻ്റെ ഇപ്പോൾ ഡിഗ്രി വന്ന് 7 ഡിഗ്രി ആണ്. നോർമൽ ടെമ്പറേച്ചർ ഞാൻ ഇവിടെ 3 ഡിഗ്രി ആക്കി. ഇപ്പോൾ അവിടെ 3 ഡിഗ്രി. അതേപോലെ ഫ്രീസറിൻ്റെ ഇതുപോലെ നമുക്ക് മൈനസ് ചെയ്യാം. അവിടെ വന്ന് നോട്ടിഫിക്കേഷൻ കാണിക്കും. ഇവിടെ -21 അതേപോലെ ഇൻക്രീസും ചെയ്യാം. -19 ടെമ്പറേച്ചർ. സോ അതുപോലെ പെട്ടെന്ന് നമുക്ക് കൂളിംഗ് ആവണമെന്ന് വെച്ചാൽ ഈ പവർ കൂളിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് റാപ്പിഡ് കൂളിംഗ് നടക്കും. സോ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് വല്ല തിങ്സ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓൺ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് വന്ന് പവർ കൂളിംഗ് വെച്ചാൽ എൻറ്റയർ പവർ ഫ്രീസ് വെച്ചാൽ ഫ്രീസറിൻ്റെ മെയിൻലി ഡെഡിക്കേറ്റഡ് ടു ഫ്രീസറാണ്. അത് നമുക്ക് ഓൺ ചെയ്ത് അത് റാപ്പിഡ്ലി കൂളാവും. അത് വേണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അത് ലൈറ്റിംഗ് സെറ്റിങ്സ് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, ഇവിടെ ലോ ചെയ്താൽ ഓട്ടോമാറ്റിക് ലോ ആവും. അതേമാതിരി മീഡിയം ചെയ്താൽ മീഡിയം ആവും. യൂഷ്വലി നമ്മൾ ഹൈ ആണ് വെക്കണത്. ഇപ്പോൾ ഹൈൻ്റെ മാക്സിമം. ഓക്കെ, അതുപോലെ നൈറ്റ് ലൈറ്റ് ക്ലിക്ക് ചെയ്യാം. നൈറ്റ് ലൈറ്റ് വേറെ ഒരു ഇത് വരും. നൈറ്റ് ലൈറ്റാണ് ആക്ച്വലി നൈറ്റിൻ്റെ ഒരു ഇതാണ്. സോ ഇത് നമ്മൾ മോസ്റ്റ്ലി ഓക്കെ നമ്മൾ ഓൺ ചെയ്തു. സോ ഇപ്പോൾ നോക്കിക്കാണാൽ ഇപ്പോൾ അലാറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കണില്ലേ. സോ ഇത് വന്ന അലാറത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. നോട്ടിഫിക്കേഷൻ പോയില്ലേ, വന്നിട്ട് പോയി. ഓക്കെ, അന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് തിങ്സ് ആപ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഇവിടെ 2 കാണിക്കുന്നത്. സോ ഇതാണ് മെയിൻലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. ഇത് ഓപ്പൺ ചെയ്താൽ ഈ ആപ്പ് ഓപ്പൺ ആവും. കേൾക്കാൻ പറ്റുന്ന അലാറാണ്. സോ ഇതാണ് ഈ അലാറാണ്. കുറേ സമയം ഓപ്പൺ ആയാൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് മോസ്റ്റ്ലി നമുക്ക് എങ്ങനെ ആൻഡ്രോയിഡിൽ വന്ന് ബ്ലൂടൂത്തും വൈഫൈ ഇത് രണ്ടും നമുക്ക് ഓൺ ആയി അന്നേരെ നമുക്ക് ഈ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ഇൻസ്ട്രക്ഷനാണ്. നമുക്കത് നെക്സ്റ്റ് ക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. ഫ്രീ ഇൻസ്ട്രക്ഷനാണ്. ഫ്രിഡ്ജിൻ്റെ ലിറ്റർ വന്ന് ഇവിടെ കാണാൻ പറ്റും. 330 ലിറ്റർ ടോട്ടൽ വോളിയം 330 ലിറ്റർ ആണ്. സോ ഇത് വന്ന് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയതുകൊണ്ട് 330 ലിറ്റർ ആയതുകൊണ്ട് സ്പെസിഫിക് നമ്മൾ യൂസ് ചെയ്യുന്നത് വന്ന് 1 kV സ്റ്റെബിലൈസ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രിഫറൻസ് വന്ന് മൗണ്ട് എവറസ്റ്റ്, വി ഗാർഡ് ഈ രണ്ടും നമുക്ക് പ്രിഫറൻസ് യൂസ് ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി ഇവിടെ ചെന്നൈയിൽ യൂസ് ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ മാൻഡേറ്ററി നമുക്ക് സ്റ്റെബിലൈസർ വാങ്ങിക്കണം ഇതിന് വേണ്ടി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതൊക്കെ ഫ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കേരള ജ്വല്ലറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പുരസരവാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് നല്ല ദൂരമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗോൾഡോ സിൽവറോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാറുള്ളൂ. കാരണം ഇത് നാട്ടിലത്തെ മലയാളികളുടെ ജ്വല്ലറിയാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ ഉള്ളപ്പോഴേ 10-30 വർഷം മുന്നേ തന്നെ അമ്മ ഇവിടെ നിന്നാണ് എല്ലാ ഓർണമെന്റ്സും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ നിന്ന് എടുത്താൽ മതി എന്ന്. അങ്ങനെ ഞാൻ 1-2 സാധനം എടുക്കാൻ വന്നതാണ്. അതും വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കടയിൽ വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പോണ്ടി ബസാർ എന്ന് പറയും. ടി നഗറിലുള്ളൊരു ഷോപ്പാണ്. ഇത് ഒരു സേഡ്ജിയുടെ കടയാണ്. ഇവിടെ ഒത്തിരി ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഉള്ളത്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ഹെഡ്സെറ്റ് മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ഷോപ്പിനെ കുറിച്ച് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല റിവ്യൂ ഉണ്ട്. അപ്പോൾ നല്ല കസ്റ്റമർ സർവീസും എല്ലാ സാധനങ്ങളും നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണെന്ന് കേട്ടു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ലാപ്ടോപ്പും അതുപോലെ ഫോണിൻ്റെ എല്ലാ മോഡലുകളും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യുന്നവർക്കാണെങ്കിലും മൈക്ക് പിന്നെ സ്പീക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ട്രൈപോഡല്ല ജിംബല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് സംസാരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന സംഭവം കണ്ടോ, ഇത് മോതിരമാണ്, റിംഗ് ആണ്, ഡിജിറ്റൽ റിംഗ് ആണ്. ഇത് നമ്മുടെ കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ BP-യും ഷുഗറും കൊളസ്ട്രോളും എല്ലാം അറിയാൻ പറ്റും. അത്രേ നമ്മൾ
സ്മാർട്ട് വാച്ചൊക്കെ കെട്ടുന്നത് പോലെ റിങ്, നമുക്ക് കുളിക്കുന്ന സമയത്ത് അതിട്ടിട്ട് കുളിക്കാന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി അവിടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഭാഷ ഹിന്ദിയാണ്, പക്ഷേ എന്നാലും നന്നായിട്ട് എന്നെ തമിഴ് സംസാരിക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് ചെന്നൈയിലെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണത്രേ ഇവരുടേത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ബാക്കിയുള്ള എല്ലാ ഷോറൂമുകളും, സത്യ സ്റ്റോർ പോലും പിന്നീടാണ് വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും പഴക്കമുള്ളൊരു കടയാണ്. മുന്നേ എക്സ്പ്രസ് അവന്യൂ മാളിലാണ് ഈ കട ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വരുന്നത് പോണ്ടി ബസാറിൽ, പഴയ നമ്മുടെ ബിഗ് ബസാറിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. അവിടെയാണ് ഈ കട ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിന്റെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ മേടിക്കണം, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള സംഭവങ്ങൾ മേടിക്കണമെങ്കിൽ ഇവിടെ വരാം. ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പോണ്ടി ബസാർ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ടി നഗറിലാണ് ഇതിരിക്കുന്നത്. ടി നഗറിലെ എല്ലാ ഷോപ്പിംഗ് ഏരിയയും വരുന്നത് ടി നഗറിലാണ്. ഇപ്പോൾ GRTയും പോത്തീസും ശരവണ സ്റ്റോർ എന്ന് വേണ്ട മലബാർ, അതുപോലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പിന്നെ നമ്മുടെ ജോയി ആലുക്കാസ്, അങ്ങനത്തെ എല്ലാ ഷോറൂമുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. ഞങ്ങൾ പോണ്ടി ബസാറിന് അകത്തൂടെ കയറിയാണ് ആ സൈഡിയുടെ കടയിൽ പോയത്. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും. ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. ഹസ്ബൻഡ് മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ ഈ 2 സംഭവങ്ങളാണ് മേടിച്ചിട്ടുള്ളത് നമ്മുടെ കേരള ജ്വല്ലറിയിൽ നിന്ന്. എനിക്കൊരു മെറ്റി എടുക്കണമായിരുന്നു, മിഞ്ചി എന്ന് പറയില്ല അത്, പിന്നെ ഒരു കൊലുസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിൽവറിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് എടുക്കാനുള്ള മെയിൻ കാരണം തന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ, ഒരു കൃഷ്ണകോവിലിൽ പോയപ്പോൾ, അവിടെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരറിയാലോ, ഇവിടുത്തെ ലേഡീസ് എല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊലുസും മെട്ടിയിട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ കാലിൽ കൊലുസും മെട്ടിയൊന്നും ഇല്ലാത്തത് കണ്ടിട്ട് അവിടുത്തെ പൂജാരി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ ഞാൻ അപ്പോഴേ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ് നമുക്ക് ഒരെണ്ണം മേടിക്കാമെന്ന്. അപ്പോൾ പൈസ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് എനിക്കത് മേടിച്ച് തന്നു. ഞാൻ പറഞ്ഞില്ലേ കാമാക്ഷി വിളക്ക് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത തന്നെ ഈ ദേവിയുടെ ഒരു കയ്യിൽ കരിമ്പിൻ്റെ ഇത് കാണാൻ പറ്റും കേട്ടോ. പലരും ലക്ഷ്മി വിളക്കെന്ന് പറഞ്ഞ് മേടിക്കുന്നത് കാമാക്ഷി വിളക്കാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ 2 ഗജം ഉണ്ടായിരിക്കും, അതായത് ആന. പിന്നെ മറ്റേ സൈഡിൽ ശംഖും അങ്ങനത്തെ സാധനമാണ് വെച്ചേക്കുന്നത് ദേവിയുടെ. കാഞ്ചീപുരത്താണ് കാമാക്ഷി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഭയങ്കര വിശേഷമാണ് കേട്ടോ. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ കാമാക്ഷി വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കേണ്ടത് കിഴക്കോട്ട് തിരിച്ച് വേണം വിളക്ക് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വിളക്ക് മേടിച്ചുകൊണ്ട് വന്നാലും നമ്മൾ ആദ്യം കഴുകിയതിന് ശേഷം മാത്രമേ വിളക്ക് വെക്കാവൂ. മെയിനായിട്ട് വിട്ടുപോകാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിളക്കിൽ പൊട്ട് വെക്കുക എന്നുള്ളതാണ്. പൊട്ട് വെക്കുന്നതിന് എണ്ണ ഉണ്ട്, ഒറ്റ സംഖ്യയിലുള്ള പൊട്ടേ വെക്കാവുള്ളൂ. അപ്പോൾ ഞാനൊരു 11 പൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ പൊട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അരികിൽ ഇങ്ങനത്തെ ഒരു അരിക് പോലെ കാണുന്നില്ലേ, ത്രികോണ ഷേപ്പിൽ. അപ്പോൾ ആ ഒരു സംഭവം നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യണം, ലാഭം നഷ്ടം എന്ന്. അപ്പോൾ അതിങ്ങനെ കൗണ്ട് ചെയ്ത് 2 സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ലാഭമാണ് വരുന്നതെങ്കിലാണ് ഇത് ഏറ്റവും നല്ലത്. അങ്ങനെ വേണം വിളക്ക് നോക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ കടയിൽ നിന്ന് തന്നെ, അത് ഷോപ്പിൽ നിന്ന് തന്നെ അത് എണ്ണുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, അറിയാതെയാണ് ഞാൻ എടുത്തതെങ്കിലും കറക്റ്റ് ലാഭം തന്നെയാണ് 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും വരുന്നത്. ഈ കാമാക്ഷി വിളക്ക് വെക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്യ് ഒഴിച്ച് വെച്ചാൽ ഏറ്റവും ഉത്തമമാണ്. എല്ലാ ദിവസവും വെച്ചാൽ അത്യുത്തമമാണ്. അപ്പം ഞാൻ എന്തായാലും എല്ലാ ദിവസവും കാമാക്ഷി വിളക്ക് വെക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 തിരിയിട്ട് വേണം കാമാക്ഷി വിളക്ക് വെക്കാനായിട്ട്. അതിപ്പോൾ ലക്ഷ്മി വിളക്കാണെങ്കിലും കാമാക്ഷി വിളക്കാണെങ്കിലും ഈ വിളക്കിൻ്റെ അടിഭാഗത്ത് നമ്മൾ ചന്ദനവും കുങ്കുമവും തൊട്ട് കൊടുക്കണം. ഞാൻ മഞ്ഞളും കുങ്കുമവും വെച്ചിട്ടാണ് പൊട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. പൊട്ട് വെച്ചിട്ട് മാത്രമേ വിളക്ക് വെക്കാവുള്ളൂ. ആദ്യം നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് പൊട്ടൊക്കെ വെച്ചതിന് ശേഷം ഒരു തട്ടത്തിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ പീഠത്തിൽ വെക്കണം. അപ്പോൾ തട്ടത്തിനകത്ത് മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുത്തിട്ടാണ് ഞാൻ വെച്ചത്. ഈ തട്ടത്തിനകത്ത് നിറച്ച് പൂക്കൾ വെച്ചിട്ടാണ് വിളക്ക് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ വിളക്ക് വെച്ചത് പൂക്കൾ വെച്ചിട്ടാണ്. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. സെക്കൻഡ് ഡേ ഞാൻ പൂവില്ലാത്തത് കൊണ്ട് ചന്ദനവും കുങ്കുമവും വെച്ചിട്ട് തന്നെയാണ് വെച്ചത് കേട്ടോ. പൂ വെച്ചാൽ നമ്മൾ ചന്ദനവും കുങ്കുമവും തൊട്ട് കൊടുക്കണം തട്ടത്തിൽ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പൂവ് ഇല്ല, നിങ്ങൾ വിദേശത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ കുറച്ച് പച്ചരിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒരു 5 രൂപ കോയിൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ വിളക്ക് വെച്ചിട്ട് വെക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ പൂക്കൾ വെച്ചിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതെ ഇങ്ങനെയാണ് ഞാൻ വിളക്ക് വെച്ചേക്കുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിലാണ് വെച്ചേക്കുന്നത്. ഈ കാമാക്ഷി വിളക്കിൽ 2 തിരി ഇടണം, മറന്നു പോകരുത്. നമ്മുടെ നിലവിളക്ക് വരുന്നത്
വരുന്നത് 5 തിരിയാണ്. അപ്പോൾ മൊത്തം 7 തിരിയാണ് നമ്മുടെ പൂജാ റൂമിൽ വരുന്നത്. എപ്പോഴും നമ്മൾ പൂജാ റൂമിൽ വിളക്ക് വെക്കുമ്പോൾ ഒറ്റ സംഖ്യയിലുള്ള തിരികളെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വിളക്ക് വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വിളക്ക് വെക്കുമ്പോൾ കാമാക്ഷി വിളക്ക് എപ്പോഴും കിഴക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കണം. എൻ്റെ ഫോട്ടോ തിരിച്ചാണ് വെച്ചേക്കുന്നത്, പടിഞ്ഞാറോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഫോട്ടോയുടെ നേരെ ഓപ്പോസിറ്റാണ് കിഴക്ക് വരുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് തിരി വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഞങ്ങൾ സോഫയും ഡൈനിങ് ടേബിളും ഒക്കെ എടുത്ത് പുറത്ത് ഇട്ടിടുന്നുണ്ട്. കാരണം ഇന്നാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഡെലിവറി ചെയ്യുന്ന ദിവസം. അതൊക്കെ ഞാൻ വരുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.